ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാർത്തയാണ്, അതായത് കാനഡയിലുള്ള മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുള്ളൊരു വാർത്ത. അപ്പോൾ അതിന് ഒരുപാട് റീസൺസ് അവർ പറയാറുണ്ട്. അതായത് ജോലിയില്ല, ശമ്പളമില്ല, കൂടുതൽ വീടിൻ്റെ വാടകകൾ ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല ഒരു റീസൺ, വേറെ ആൾക്കാരധികം അങ്ങനെ പറയാത്തൊരു റീസണും കൂടെ ഉണ്ട്. പക്ഷെ അത് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോകണം. അതായത് 2020 കോവിഡ് ടൈമിലാണ് കാനഡിയൻ ഗവൺമെൻറ് ഈ പോളിസി കൊണ്ടുവരുന്നത്. അതായത് സെർബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പോളിസിയിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഈ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ $500 വെച്ചിട്ട് ചെക്ക് കിട്ടും, കാനഡിയൻ ഡോളർ. അപ്പോൾ ഇത് അവർ കൊണ്ടുവന്നിരിക്കുന്നത് 15 വയസ്സിലുള്ള മേലുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ $5000 താഴെ ആയിരിക്കണം അവരുടെ ശമ്പളം ഒരു വർഷത്തിൽ. പിന്നെ കോവിഡ് കാരണം ജോലി പോയവരായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ലോക്ക്ഡൗൺ കാരണം ജോലി പോയവരായിരിക്കണം. ഈ ജോലി ക്വിറ്റ് ചെയ്ത ആൾക്കാർക്കൊന്നും ഇത് കിട്ടില്ല. പിന്നെ ആ സമയത്ത് ജോലിക്ക് പോകാനും പാടില്ല. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കാണ് ഈ പൈസ കിട്ടുന്നത്. അപ്പോൾ ഈ പോളിസി വന്ന സമയത്ത് മലയാളികളും കുറേ ആൾക്കാർ, അതായത് എല്ലാവരും ഇതിന് അപ്ലൈ ചെയ്ത്. അപ്പോൾ ഗവൺമെൻറ് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത്. ഇത് ക്രൈറ്റീരിയ ഒന്നും നോക്കാതെ തന്നെ ഇത് അപ്ലൈ ചെയ്ത എല്ലാവർക്കും വീക്കിലി $500 വെച്ചിട്ടുള്ള ചെക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് ഒരുപാടായി. അതായത് ഏകദേശം 15,000 ഡോളർ വരെയൊക്കെ വാങ്ങിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് കൂടുതലും ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടൊക്കെ ഇത് ചിലവാക്കി തീർത്ത് കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട്. അപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സെർബ് പോളിസിയിൽ തന്നെ കുറച്ച് ആൾക്കാർ ഇത് അവർക്കിഷ്ടമുള്ള ആൾക്കാർക്കും ഇത് അവരങ്ങ് കൊടുത്ത് കുറേ പൈസ ഇല്ലീഗലായിട്ട് അവർ മറച്ച് അങ്ങനെ കുറേ ആൾക്കാർ അവർ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഈ ജോലിയിൽ നിന്ന്. ഏകദേശം 120 എംപ്ലോയീസിനെയാണ് അവർ പുറത്താക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്കൂടെ ഗവൺമെൻറ് ഒരു കോമഡി കാണിച്ച്. ഗവൺമെൻറ് തെറ്റിപ്പോയി എന്ന് പറയുന്നത് അറിയത്തില്ല, അവർ കുറച്ച് ആൾക്കാർക്ക് തെറ്റി ഈ ചെക്ക് അയച്ചു. അതായത് അപ്ലൈ ചെയ്യാത്ത ആൾക്കാർക്ക് അവർ ഏകദേശം $500 ഈ ചെക്ക് വെച്ചിട്ട് ആഴ്ചയിൽ അയച്ച്. കുറച്ച് ആൾക്കാർ അത് തിരിച്ച് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലെന്നുള്ള രീതിയിൽ തിരിച്ചയച്ച്. കുറച്ച് ആൾക്കാർ ഇത് എന്തായാലും സീനില്ല എന്നുള്ള രീതിയിൽ അവരത് യൂസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കോവിഡ് എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2023 ആയപ്പോഴത്തേക്കും നമുക്കറിയാം കാനഡിയൻ ഗവൺമെൻറ് എക്കണോമി ഇപ്പോൾ കുറച്ച് താഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ജോലിയില്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ കാനഡയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതവർ ഇതാക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് ഈ വാങ്ങിച്ച പൈസ എല്ലാം തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും അല്ല, ഈ ക്രൈറ്റീരിയയിൽ വരാത്ത ആൾക്കാർ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ അടയ്ക്കാനാ? ജോലിയില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ അഥവാ കിട്ടുന്ന പൈസ അവിടെ തന്നെ അപ്പം തന്നെ തീരും. നമ്മുടെ വാടകയും നമ്മുടെ വണ്ടിയുടെ പെട്രോളും ഫുഡൊക്കെ ആ മാസം ഒന്നും നമുക്ക് ബാക്കി കാണത്തില്ല എന്തായാലും. അപ്പോൾ ഇത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരെയും തിരിച്ചടയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടായില്ല. ഓൾറെഡി നാട്ടിൽ നിന്ന് നിങ്ങൾ ആലോചിക്കണം, ഒരു 10-15 ലക്ഷമൊക്കെ കടമെടുത്തിട്ടാണ് ഈ ബ്ലോക്ക് അക്കൗണ്ട് പോലത്തെ അക്കൗണ്ടിലൊക്കെ തുടങ്ങി. അത് അവിടെ തന്നെ തീരുക പൈസ. നമുക്ക് എന്തായാലും തിരിച്ച് ഉപയോഗിക്കാനൊന്നും കിട്ടത്തൊന്നുമില്ല. അപ്പോൾ ആ പൈസ ഓൾറെഡി നാട്ടിൽ അടയ്ക്കാൻ കിടപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ എമൗണ്ടും കൂടെ ആയപ്പം ആൾക്കാർക്ക് നിവർത്തിയില്ലാതായി. കാനഡയിൽ നിൽക്കാൻ ഇനി വേറെ വഴി ഇല്ലാണ്ടായി. അപ്പം ഇതിപ്പോൾ നാട്ടിലെ കടമുണ്ട്, കാനഡയിലെ കടമുണ്ട്. ഇതിപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാട്ടിലെ മാത്രം കാര്യം നോക്കിയാൽ മതി. ഈ കാനഡയിലെ കാര്യങ്ങൾ അവരങ്ങനെ എന്താ പറയുക, കാനഡയിൽ അടയ്ക്കാനുള്ള പൈസ അവരെന്തായാലും ഇവിടെ നാട്ടിൽ വന്ന് വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥ വന്നത്. പിന്നെ അവർ വേറൊരു റൂളും കൊണ്ടുവന്നു. അതായത് ഇത് ഇല്ലീഗലായിട്ട് ഈ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 വർഷം വരെ തടവ് ശിക്ഷയും കിട്ടുമെന്നുള്ളൊരു റൂള് ഇതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നിവൃത്തിയില്ലാതെയാണ് കുറേ ആൾക്കാർ കാനഡ വിടേണ്ടി വന്നത്. പക്ഷെ അധികം ആരും ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. പിന്നെ അല്ലാതെ എന്താ പറയുക, ഇത് മാത്രമല്ല കാരണം, അല്ലാതെ തന്നെ പൊതുവെ കാനഡയിൽ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ബെഡ് തന്നെ ഏകദേശം $900 വാടകയ്ക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം നല്ല ജോലിയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ അധികം ആൾക്കാരൊന്നും ഇല്ലാതെ ഇപ്പോൾ കാനഡയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫ്രീ ആയിട്ട് ആരെങ്കിലും പൈസ തന്നാൽ അത് വാങ്ങാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. കാരണം അതൊന്നും ഫ്രീ ആയിരിക്കത്തില്ല. കാരണം ഇപ്പോൾ ഇവരുടെ എക്കണോമി ഡൗൺ ആകുന്നതുകൊണ്ട് ഇവർക്ക് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അവർ പറഞ്ഞ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത് അടച്ചു തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ആ പൈസ എന്തായാലും പിടിക്കുമെന്നുള്ള അവസ്ഥയാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല, എല്ലാവരും തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. ഈ പൈസ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് വാങ്ങിച്ച ആൾക്കാരൊക്കെ. സെർബ് എന്നാണ് ഈ പോളിസിയുടെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് കാനഡയുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. ബൈ.